ഓ 5 കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് 5 കോയിൻ കിട്ടിയിട്ടുണ്ട്. 774 കോയിൻ. ചാറ്റ് 774 കോയിൻ ഉണ്ടല്ലേ? അവിടെ അപ്പോൾ ഒരു പരിപാടി ഉണ്ട്. ആദ്യം മിഷൻ കംപ്ലീറ്റ് ആക്കാം. മിഷൻ കംപ്ലീറ്റ് ആക്കിയാൽ നടക്കും. ഡ്രൈവ് എനി കാർ ഫോർ 5 കിലോമീറ്റർ. ടാക്സ് 10 പ്ലെയർ. ബ്ലോക്ക് പോസ്റ്റ്. ഡ്രൈവ് 5 കിലോമീറ്റർ. വീണ്ടും ഓടാ. സത്യം പറയാം കാര്യമായിട്ടാണ് ഈ കുണ്ണ ഓഫ് റോഡ്. എനിക്ക് കാര്യം പറയല. എന്തിനാണ് ഈ ഓഫ് റോഡ് ഉണ്ണനെ എനിക്ക് വണ്ടി ഇതെടുത്തോണ്ടാ. കെൻസ് വന്ന് എനിക്ക് പണിഞ്ഞു വന്ന വണ്ടിയാണ്. ഇത് വെച്ച് അങ്ങോട്ട് ഓടിച്ചില്ല. ഇത് വെച്ച് ഓഫ് റോഡൊന്ന് പോയാലാ? ഈ വണ്ടി വെച്ചൊന്ന് ഓഫ് റോഡ് പോവാം. സിംഗിൾ പ്ലെയറിൽ സിറ്റിയല്ല, ഓഫ് റോഡ്. ആദ്യം ഓഫ് റോഡ് കുണ്ണയാണ്, അതിനുശേഷം മറ്റേ ബ്ലോക്ക് പോസ്റ്റ് കുണ്ണയിലോട്ടൊക്കെ പോവാം. ലോഡായില്ല. ഞാൻ ഫാനെ കുറച്ചുകൂടെ ബാക്കിലോട്ട് വയ്ക്കാൻ പോയിരുന്നു. ഫാൻ ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ വണ്ടി ഓടിക്കുക. ഇത് കണ്ട കെൻസോരെ വർക്കാണ്. എടാ സൗണ്ട് ഓടി കിടക്കണം. ചേട്ടൻ നല്ല സൗണ്ട് ഓടി കിടന്നു. ഇപ്പം സെറ്റായി. എടാ കെൻസോരെ വർക്കാണ് ഈ വണ്ടി. സംഭവം എന്തായാലും നന്നായിട്ട് അവൻ ചെയ്തു തന്നിട്ടുണ്ട്. കണ്ട കൊള്ളാം. സാധനം വെടിപ്പായിട്ടുണ്ട്. 6 സെറ്റ്. ഓക്കെ. എടാ ഇൻറ്റീരിയർ ഒന്നും ഇടണ്ട. ഇപ്പോൾ ഓഫ് റോഡല്ലേ വന്നേക്കണം. ഓഫ് റോഡാണ് ഡയറക്റ്റ് വന്നേക്കണം. 5 കിലോമീറ്റർ വണ്ടി ഓടിക്കണം ചാറ്റ്. 5 കിലോമീറ്റർ വണ്ടി ഓടിക്കണം. അതാണ് ഈ എന്തായാലും നോക്കാൻ അങ്ങോട്ട് പോവാം. അങ്ങോട്ട്. എടാ ഇവിടെ നിന്ന് ആദ്യം എങ്ങോട്ട് പോവാ? 5 കിലോമീറ്റർ ചുമ്മാ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഒരുമാതിരി ലൊട്ട ഇതാ കൂടാ. അങ്ങോട്ട് പോട്ട്. വണ്ടി വളയടാ വണ്ടി. ഓക്കെ. എടാ ഇവിടെ നിന്ന് എനിക്ക് എവിടെ പോവാത്ത ഓഫ് റോഡിൽ പോവാത്ത ഏതെങ്കിലും അവിടെ ഉണ്ടാ? ഇങ്ങോട്ട് കയറിയല്ല, കറക്റ്റ് ഓഫ് റോഡല്ലേ. ഇങ്ങോട്ട് കയറാം. എനിക്ക് ഇങ്ങോട്ട് കയറാം. ഇതാണ് കറക്റ്റ് ഇടം ചാറ്റ്. കറക്റ്റ് ഇടാം. ഇടാവുന്നേ. ഓക്കെ അങ്ങ് എത്തി. ഓ എടാ ഇങ്ങോട്ടൊരു ഇടവഴി ഉണ്ടല്ലോ, അങ്ങോട്ട് പോയി നോക്കാം. ഇൻറ്റീരിയർ ഇടാം. എടാ വണ്ടി മൊത്തം ഇപ്പം തന്നെ പൊടിയായി തോന്നുന്നു കേട്ടോ. ഓടാ ഈ ഇടവഴിയിലോട്ട് ഓഫ് റോഡിൽ എന്തിനാ ഒരു ഇടവഴി പോലെ കാണിച്ച് അങ്ങോട്ട് കയറിയേക്കുവാണ്. ഈ വഴി വന്ന് കാണാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. എടാ ഉയ്യോ എടാ ഓഫ് റോഡ് എനിക്ക് അവിടെ ഇത്തിരി ഇതാണെന്നോ കേട്ടോ, സീനാണെന്നോ. ഇങ്ങോട്ട് വളച്ച് കയറട്ടെ. അങ്ങോട്ട് കയറാം. അങ്ങോട്ട് പോകാൻ ചേട്ടാ. അങ്ങോട്ട് പോവാം. 5 കിലോമീറ്റർ വണ്ടി ഓടിക്കും. അതാണ് ഇന്നത്തെ മിഷൻ. എടാ മരപ്പുണ്ണേരെ മോൻ്റെ കാര്യം. എടാ കല്ല്. ഓ അടുത്ത് എന്താടാ അഡ്വഞ്ചർ ജേണിയാടാ ചാറ്റേ. മിഷൻ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കാൻ വന്നിട്ട് അഡ്വഞ്ചർ ജേണിയാടാ ചാറ്റേ. കാര്യം മരപ്പുണ്ണേ അഡ്വഞ്ചർ ജേണിയാടാ ചാറ്റേ. കാര്യം പറയാല്ലേ, അഡ്വഞ്ചർ ജേണി എന്ത് ലൊട്ടാ കുണ്ണാവിടെ ഇടിച്ച. കാര്യം പറയല്ല എന്ത് ലൊട്ടാ. എടാ ഞാൻ അതീ തൊട്ടപ്പോൾ ഞാൻ ഇങ്ങോട്ടായി പോയി. എടാ ഈ ഡേയിലെ സാധനം ഇത് എന്താണ് ഡേയില ഉണ്ണ. എടാ നിൽക്കേ ഇവിടെ ഇന്നാലും ഇവിടെ പോയടാ. ഇവിടെ ഓക്കെ ആയിരുന്നു. മറ്റില്ല കണ്ടെയ്നർ മറിഞ്ഞിറങ്ങാൻ ഇടാം. മനസ്സിലായില്ലേ? കണ്ടെയ്നർ മറിഞ്ഞിറങ്ങാൻ ഇടമാണ്. ഇത് ഇറങ്ങണം ഇവിടെയാണ്, അല്ല കയറണേണ് ഇവിടെ കയറണ ഇടമാണ്. ഇറങ്ങണം ഇങ്ങോട്ടാണ്. എനിക്ക് എത്ര കിലോമീറ്ററിൻ്റെ എത്രയായി നോക്കട്ട്. കണ്ടത് 2 1 ആയിട്ടുണ്ട്. 5 ആക്കണം. ഓഫ് റോഡ് പോയപ്പോൾ 2ഉം കൂടെ അങ്ങ് നടന്നു. അത് നല്ലതായിരുന്നില്ല ചേട്ടാ. കാര്യം പറയാല്ല. വണ്ടി ഓടിച്ച് എന്ത് തുണ്ണ. ഞാൻ ബേക്കിലോട്ട് വാടാലോട്ടെ നിന്നെ. എടാ ഇതെന്ത് കാര്യം പറയാല്ല ചേട്ടാ. ഇതെന്ത് എടാ ടയർ കൂടെ പറഞ്ഞാ എടാ അതെന്തൊരു സംഭവം ഇവിടെ. ഇത് മറ്റേ ഫ്യൂവൽ അടുപ്പിൻ്റെ.
പോലില്ലടാ, പോല് നല്ല പോലുണ്ട്. ഇത് 69 ഉണ്ട്. ഇതിന് ഇനി അടിക്കാൻ നിൽക്കണ്ട, മനസ്സിലായില്ലേ? അത്രയും ഇതൊന്നും അടിക്കാൻ നിൽക്കണ്ട, ചെറിയ കാര്യം പറയാമല്ലോ. ഇങ്ങോട്ട് പോവാ. എടാ ഇതെന്ത് കുണ്ണക്കല്ലിൽ ഇടിക്കാനായിട്ട് ഇത് കണ്ടാടാ, നിങ്ങൾ കണ്ടല്ല പൊടിയെന്ന് വെച്ച എടാ, പൊടിയെന്ന് വെച്ച മുഴുപ്പൊടി ഫുള്ള് പൊടിച്ച പൊടി കുണ്ണേരെ കാര്യം പറഞ്ഞത്. എന്ത് ഇത്രയും പൊടി സീരിയസ്ലി ഇത് കുണ്ണ. അങ്ങോട്ട് വച്ച് പിടിക്കാം ചേട്ടേ. കേർ ഓക്കെ, ഒരു ഡെസ്റ്റിനേഷൻ വച്ച് അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകണേ ചേട്ടൻ നല്ല. എടാ ഉയ്യോ നിൽക്കും. എടാ എന്താ ഈ കല്ലിൽ തന്നെ ചാടി പറന്നൊക്കെ വന്ന് ഇടിച്ചോണ്ടിരിക്കണ കാര്യമായിട്ട് ചേട്ടൻ ലൊട്ട. കല്ല് ഒരു തവണ ഇടിച്ച് രണ്ടാമത്തെ തവണ ഇടിച്ച് എന്ത് ഉണ്ണാന്ന് പറയണ മയിരെ. ഇൻറ്റീരിയർ ഇട്ട് പോവാന്ന് വിചാരിച്ച ചാറ്റെ, ഇൻറ്റീരിയർ ഇട്ട് പോയാൽ ചിലപ്പോൾ ഇടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇൻറ്റീരിയർ ഇട്ടപ്പോൾ കൊള്ളാം. എടാ എന്താടാ, അങ്ങോട്ട് തിരിയട്ടെ. അങ്ങനെയൊന്നും തട്ടൂലടാ കുണ്ണേ, അങ്ങനെയൊന്നും തട്ടൂല. മയില് ഇല്ലല്ല, കയറി ഇറങ്ങിയല്ലേ തട്ടി. അടാ ആ റാലി എന്ന് പറഞ്ഞ സാധനത്തിൽ തട്ടിയില്ല, മയില് തട്ടി. ഇതൊരു വേൾഡ് കപ്പാ. എടാ ഇവന്മാർ ഈ അപ്ഡേറ്റ് ഒന്നും കൊണ്ടുവരാത്തുണ്ടോ ഇതിൻ്റെ അകത്തോട്ട്? ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ഒരു ബസ് കൊണ്ടുവരുന്ന കാര്യം പറയാമല്ല. CPO 1 ബസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിലും ബസ് കൂടെ വേണമായിരുന്നു ചേട്ടാ, സീരിയസ്ലി എനിക്ക് ഡബിൾ ചെയ്യാനാ, കാര്യം പറയാമല്ല. എടാ എന്ത് ഉയ്യോ എടാ കുണ്ണേ, എന്ത് കുണ്ണേടെ ചാറ്റ് ഇതൊക്കെ കാര്യം. എടാ ഈ കല്ല് അതും എടാ ശ്രദ്ധിച്ച വണ്ടി ഓടി. ഈ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ഇറങ്ങാടാ, സിറ്റിയിലോട്ടം കയറാം, വണ്ടി വാഷ് ചെയ്യുക, അതാണ് നല്ലത്. ഞാൻ കാര്യം പറയാലോ, എന്ത് വണ്ടി വാഷ് ചെയ്ത് തന്നെ അല്ല. ഇവിടെ നിന്ന് ഇറങ്ങാമ്പോഴത്തേക്ക് എന്തായാലും മിഷൻ കംപ്ലീറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നണം. ഇപ്പം തന്നെ 3.something ആയിട്ടുണ്ട്, എന്തായാലും ആയിക്കോളും. കാര്യം പറയില്ല. ഇവിടെ ചുറ്റി ഗുണ്ണയും പറ്റി നിന്നിട്ട് എടാ വണ്ടി ഓക്കെ സെറ്റായി, റോഡിൽ കിടന്നിട്ടുണ്ട്. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ തട്ടി. റോഡ് ക്ലോസ്ഡാ. എടാ ഇവിടെ റോഡ് എവിടെയാടാ? ഇത് റോഡല്ലല്ലോ, മൺപാതയല്ലേ, മണ്ണിൻ്റെ പാത. റോഡ് എവിടെയാണ്? റോഡാണെങ്കിൽ ടാറ് വേണം കുണ്ണേ. റോഡ് ക്ലോസ് എന്ന് എന്തെല്ലാം കുണ്ണ വിളിച്ച് പോവണത്. ഉയ്യോ കേട്ടോ. ഇത് അന്ന് അറബിക്ക് റെഡ് ചെയ്ത് കൊടുത്തോണ്ടാണ് എനിക്ക് ഈ കളർ പഠിച്ചു തന്ന. ഇത് കുഴപ്പമില്ല, പക്ഷെ റെഡായിരുന്നു. കുഴപ്പമില്ല, നോക്കാം. എടാ ഇവിടെ നിന്ന് ആദ്യം ഇറങ്ങണയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, കാര്യം പറയാമല്ല. ഈ അവിടെ നാളെ ഓഫ് റോഡിൻ്റെ ഇന്നലെ ഓഫ് റോഡ് കൊണ്ടായിരുന്നു, ഈ നാളെ ഓഫ് റോഡ് 5 കിലോമീറ്റർ 20 കിലോമീറ്റർ ഓടി കൊണ്ടാന്ന് പറഞ്ഞു ആ മിഷൻ കംപ്ലീറ്റ് ആണ് കേട്ടോ ചാറ്റെ. കാര്യം പറയല്ല എന്തിലൊട്ടേടാ. ഇതെന്താണ് റിപ്പീറ്റ് അടിക്കാനാണോ ചാറ്റേ? ഈ ഓഫ് റോഡെന്ന് വെച്ചാൽ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വീണ കാര്യമാണ്. ഒന്നാമതേ വണ്ടി മൊത്തം സീനാവും, റിപ്പയർ ചെയ്യാൻ തന്നെ അതിന് മാത്രം നല്ല സീനാവും. അപ്പോഴാണ് നാളെ ഓഫ് റോഡ് ഇടാണ് ചേട്ടൻ. നോക്കിയോ, കാര്യം പറയില്ല, ഞാൻ മിഷൻ കംപ്ലീറ്റ് ആവില്ല, ഞാൻ വേറെ വല്ല പരിപാടിക്കാവും, വല്ല ട്രിപ്പ് അങ്ങനെ പോകും, അതാണ് നല്ലത്. എടാ ഇന്നലെയും ബ്ലോഗ് പോസ്റ്റിലുണ്ടായിരുന്നല്ലേ സെയിം ഇവൻ്റെടാ. എടാ എന്തൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ഏറ്റവും അഴിക്കുന്നല്ലേ, ഏറ്റവും അഴിക്കുന്ന വെച്ചാൽ 5 കിലോമീറ്റർ ഓടണത്. കാര്യം പറയാല്ല, 1/2 മണിക്കൂറെങ്കിലും എടുക്കും. ആ കുണ്ണ ഇവനാണേ ഒന്ന് ഇപ്പം എങ്കിലും ഓടും. കാര്യം പറയില്ല. ഓ എത്തി നോക്കമേ.
ഓ ഓ പുറപ്പെടുന്നേ 5 2 കംപ്ലീറ്റ് ആയി. ഡബിൾ ഡക്കാ. എനിക്ക് ഇപ്പോൾ നോക്കണ്ട. ഇനി അടുത്ത പോസ്റ്റിൻ്റെയും കൂടെ കംപ്ലീറ്റ് ആക്കിയ ചാറ്റേ എത്ര 700 സംതിങ് കോയിനല്ലേ ഉണ്ടായിരുന്നു. ഈ രണ്ടുകൂടെ കംപ്ലീറ്റ് ആകുമ്പോൾ 300 കിട്ടും. അപ്പോൾ 1000 ആവൂലേ? 1000 ആക്കട്ട് ചാറ്റേ. അടുത്ത പരിപാടി അപ്പം പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്താണെന്ന്. 1000 ആക്കട്ട്. മിഷൻ കംപ്ലീറ്റിങ് ചാറ്റേ, മിഷൻ കംപ്ലീറ്റിങ്. എടാ ഉണ്ണ ഞാൻ കടല കാര്യം പറയാം. എന്ത് ഉണ്ണേ എടാ, വണ്ടിയുടെ അവസ്ഥ ഉണ്ടല്ല. ബ്രാൻഡ് ന്യൂ വണ്ടിയാണ്, ബ്രാൻഡ് ന്യൂ. മനസ്സിലായില്ലേ? അങ്ങനെ വലുതായിട്ട് ഇറക്കിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ഡൈമാണ്ട് ചെയ്യണം മറ്റേ എന്തെങ്കിലും മോഡിഫിക്കേഷൻ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനത്തെ കസ്റ്റമൈസേഷൻ എന്തെങ്കിലും പരിപാടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഇറക്കണത് ഫസ്റ്റ് ടൈം. എടാ പോലെ എടാ നിങ്ങൾ നേരെ കണ്ടല്ലിപ്പം. ഗ്രാഫിക്സ് കുണ്ണ ഇല്ല. ചേട്ടാ ഇതാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രശ്നം. കണ്ട നിങ്ങൾ സൈഡിലൊക്കെ ചെറിയ ഗ്ലിച്ച് പോലെ കാണാം. എടാ ബഗ്ഗും ഗ്ലിച്ച് വൈ ബ്രോ. ഡെയിലി കളിക്കണല്ലേടാ ഞാൻ, ഡെയിലി ലൈവ് ഇട്ട് കളിക്കണല്ലേടാ ഗെയിമിൽ. ഉണ്ണത്തരം നിർത്തുന്നു. ഒരു അപ്ഡേറ്റ് ഉണ്ടോന്ന് ഈ ഗ്ലിച്ചും ബഗ്ഗിനും കുറച്ചുകൂടെയൊക്കെ നിർത്തിയിരുന്നെങ്കിൽ. വലിയ ഗെയിമായോണ്ട് എനിക്ക് വലിയ ഗെയിമായോണ്ട് അതിൻ്റെ തട്ടാതിരിക്കാൻ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വളച്ചപ്പോൾ ഇങ്ങോട്ടും തട്ടി, ഈ നെറ്റും തട്ടി. ആദ്യം വണ്ടി ക്ലിയർ ചെയ്യാം. അല്ല എങ്കിൽ ഇങ്ങോട്ട് പോകാം, എനിക്ക് റിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യാം. അപ്പോൾ റിപ്പയർ ചെയ്തപ്പോൾ തന്നെ ഒരു ഐശ്വര്യം. ഇറങ്ങണടാ കഴിവീറ്റ്. ഇടിക്ക ഒരു അവിടെ വണ്ടി കൊണ്ടിട്ടിരുന്നത്. ഏതാ കറുത്ത കാറ്. ഇങ്ങനെ വണ്ടി റിപ്പയർ ചെയ്ത് ഇറക്കിയുള്ളൂ. അപ്പോഴത്തേക്ക് കൊണ്ടാച്ചു പോൻ്റെ ഉണ്ണെ തട്ടിപ്പിക്കാനായിട്ട്. എടാ നീ ബ്ലോക്ക് പോസ്റ്റ്. അടുത്തത് മിഷനെ ഡെയിലി മിഷനിൽ അടുത്ത മിഷനാണേ. അടുത്ത മിഷൻ എവിടെ ഫൈനൽ മിഷനാണ്. ഇതോടെ കംപ്ലീറ്റ് ആക്കിയാൽ 3 മിഷനും കംപ്ലീറ്റ് ആവും ചാറ്റേ. ഇപ്പോൾ ഈ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കണ എൻ്റെ പരിപാടി. പക്ഷേ എനിക്ക് നോക്കാം. നല്ല അത് കുഴപ്പമില്ല, അത് നല്ല നല്ല ഇതാണ്. മനസ്സിലായില്ലേ? ഇറങ്ങടാ ഉണ്ണേ. നീ ഇത് ഡോർ തുറന്നിറങ്ങണല്ലേ? അതൊരു മാറ്റി കുഴപ്പമില്ല. ഇതെന്ത് ഉണ്ണ? ഓക്കെ അങ്ങോട്ട് മാർട്ട് കയറട്ടെ. ട്രാഫിക് പീപ്പിൾ. ഇത് ഞാൻ തുടർന്നുണ്ട് വരണില്ലത്. ഇത് ഇങ്ങോട്ട് വരാത്തെന്ത്? വന്ന് ഇപ്പോൾ കുറേ കുണ്ണാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ടാക്സ് അടിച്ചു കൊടുക്കും. ഇത് സത്യത്തിൽ പറഞ്ഞ കുണ്ണക്കാര്യമാണ്. കേട്ടല്ല കാര്യം പറയാം. ഞാൻ എൻ്റെ കാറും കൊണ്ട് എങ്ങനെ പോയാലും ഈ സാധനം പൊക്കൂല. ഇവനൊക്കെ എനിക്ക് 55 അടിച്ചു തരും. യവന്മാരെ ഞാൻ ടാക്സ് പിടിച്ച് എനിക്ക് 5 തരും. എന്ത് ബ്രോ? അവന് കൊടുറാ ടാക്സ്. മറ്റേ നീലക്കുണ്ണയ്ക്ക് അവന് ഇവന് കൊടുത്ത്. ഇവന്മാരെ ബുദ്ധി ഉണ്ടാ കാക്കണതിന് മുന്നേ അങ്ങ് ഓടിച്ച് കയറ്റുമോ? പെരുങ്കുണ്ണാളെ നിന്നെയൊക്കെ കാര്യം പറയാല്ലേ. ഓടാ പൊട്ടളെ വേഗത്തിൽ. ഇവിടെ കാറ്. ഇവിടെ എന്താ ഇതിന് മാത്രം കാറ്? ഇവിടെ ഞാൻ ഇന്നലെ പോയാണ്. ഇതിന് മാത്രം ഒന്ന് ഇപ്പം നീ കത്തിയടാ. എല്ലാവരും വീട് ഇവിടെയാണ് കേട്ടാ. ഇവിടെ 100-150 വീടാണ്ടുണ്ട്. ഈ സിറ്റിയിൽ ജോലി ചെയ്യാൻ പറഞ്ഞവരെയും മറ്റേ വെളിയിലൂടെ ജോലി ചെയ്യാൻ പോണവരുണ്ടല്ല, അവരെല്ലാവരും വീട് ഇവിടെയാണ്. അതാണ് എല്ലാവരും കാർ ഇവിടെ കണ്ട. സോറി ബ്രോ, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതാണ് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് കാണാൻ ഇറങ്ങട്ട്. കാറിടിച്ച എൻ്റെ മയിരി എന്തോ കൊല്ലാൻ നോക്കണ. ഇത് 10 കാണും. അത് കംപ്ലീറ്റ് ആയോ? കാര്യം പറയല്ല, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ. ഇപ്പം ആദ്യം കാർ ഇങ്ങോട്ട് നാക്കിട്ട് പീ മാറ്റിട്ട് പീ മാറ്റിട്ട് വണ്ടി റിപ്പയർ ചെയ്യാടാ. ഇപ്പം നോക്കണേ. കണ്ട 75 ഉണ്ണായി. അവൻ എന്താണിത്? ഉണ്ണാക്കി ഇവൻ്റെ ഉണ്ണാണ്. കൂടാ ഉണ്ണേ. എന്താണ് വണ്ടി തിരിയണ്ടേ അങ്ങോട്ട്? ഉണ്ണാക്കി. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട് ചേട്ടാ. ഇനി എനിക്ക് കാറിൽ നിന്ന് ഇറങ്ങട്ട്. ഓക്കെ, സെറ്റായി ചേട്ടാ. എല്ലാം സെറ്റാണ്. ഒരു ഫോട്ടോ ഇവിടെ എടുക്കാം. എന്തായാലും ഇത്രയും നിന്നില്ലേ. ഗ്രാഫിക്സ് എല്ലാം ഹൈ. കാർ ഡിസ്റ്റൻസ് ഓക്കെ.
ഹൈ 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 അൾട്രാ ഇത്രയും വന്നില്ല. ഒരു ഫോട്ടോ എടുക്കാൻ പോയാൽ എങ്ങനെ? ഹൈ 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 ക്വാളിറ്റി ഫോട്ടോ ചാറ്റ്. ഹൈ ക്വാളിറ്റി ഫോട്ടോ ചാറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഹൈ എല്ലാം സെറ്റാക്കാം. ഇനി ഓക്കെ. എടാ ഇനി എത്ര പൈസ ബാക്കി പൈസയും കോയിനുണ്ടോ നോക്കാമേ ചാറ്റ്. ഇപ്പം നോക്കുവാണെങ്കിൽ 63,92,713 രൂപയും 1075 കോയിനും ഉണ്ടേ ചാറ്റ്. 1075 കോയിനും ഉണ്ടേ. ഇന്നത്തെ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ ചാറ്റ്. ഇന്നത്തെ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. വേഗം വരട്ടെ വേക്ക് വാടാകും. എടാ ഇനി 1075 കോയിനുണ്ട്. കാണിച്ചു തരാം. മേടിച്ചാൽ അത് തന്നെ മെക്ലാരൻ എടുക്കട്ടെ. ലുക്കൊന്ന് മാറ്റിക്കോട്ടെ. എടാ ലുക്കൊന്ന് ആദ്യം മാറ്റണം. അതിനുശേഷം ഒരു പരിപാടി ഉണ്ടടാ ചാറ്റേ. ഇത് വേണ്ട എൻ്റെ ഉണ്ണല്ല. എൻ്റെ കറുത്ത കോട്ട എവിടെയാടാ ഉണ്ണേ? ചെറിയ ഫുള്ള് ബ്ലാക്ക് ആവാം. എടാ മുട്ടി ചെറിയ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട് ചാറ്റേ. കാറും കൂടെ ഫുള്ളങ്ങ് ബ്ലാക്ക് ആക്കാം. എടാ റിംസ് ഉണ്ടല്ലോ. റിംസ് ഞാൻ ഇന്നാളൊരു നല്ലത് നോക്കിയതാണത്. നോക്കട്ടെ. ഇത് കൊള്ളാമെന്ന് തോന്നി. ഇത് ഇട്ടോക്കാം. ഓക്കെ റിംസ് ഇട്ടിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ടേണിങ് പോയിട്ട് പെയിൻറ്റ് ചെറിയ ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ചാറ്റേ. ഇന്നത്തെ പരിപാടി അതായത് അടുത്ത പരിപാടി ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത പരിപാടി വെച്ചാൽ പുതിയ ഹോം വാങ്ങാൻ പോവുകയാണ്. എൻ്റെ 4ാമത്തെ വീട്. ഈ ഗെയിമിൻ്റെ 3 വീട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 2000 കോയിൻ്റെ പിന്നെ എത്ര ലക്ഷങ്ങളൊക്കെ വീട് സഹിതം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരൊറ്റ വീട് മാത്രമേ ഞാൻ വാങ്ങാവുള്ളൂ. വണ്ടിയിൽ ബാക്കിയുള്ള സെറ്റാണില്ല. 1000 കോയിൻ ഇപ്പോൾ കയ്യിലുണ്ട് ചാറ്റേ. എയർ സസ്പെൻഷൻ ഇപ്പം വയ്ക്കണില്ല. ആദ്യം ആ വീട് വാങ്ങിച്ചാൽ ഫുള്ള് വീട് എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ആവും. വേണ്ട പ്രോപ്പർട്ടി നോക്കാം കാണിച്ചു തരാം. ചുമ്മാ പറഞ്ഞാൽ വേണ്ട. മറ്റേ അവലൻ മാൻഷൻ ഹൗസ് എൻ്റെ ഉണ്ട്. ജോൺസൺ ഹൗസ് എൻ്റെ ഉണ്ട്. വെസ്റ്റ് എസ്റ്റേറ്റ് എൻ്റെ ഉണ്ട്. ഇനി 158 സിറ്റിയില്ല. 1000 കോയിൻ്റെ ആ ഒരൊറ്റ വീട് എനിക്ക് വാങ്ങാവുള്ളൂ. ബാക്കി എല്ലാം എൻ്റെ കയ്യിലുണ്ട്. സിറ്റിയിൽ തന്നെ ഇറങ്ങാൻ ചാറ്റേ. വീട് പോയി വാങ്ങാൻ ചാറ്റേ. റിച്ച് ചാറ്റേ 1000 കോയിന് വീട് വാങ്ങാം. എയർ സസ്പെൻഷൻ വയ്ക്കേണ്ട. അത് അടുത്തതിന് വയ്ക്കാം. എയർ സസ്പെൻഷൻ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ ശേഖരിക്കണം. എന്നിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അത് ഈ വണ്ടി കുറച്ച് കഴിഞ്ഞെടുത്ത് ഓടിക്കുമ്പോഴാണ് കുറേ ആലോചന. പ്രോഫിറ്റ്. ഇപ്പോൾ 60 സംതിങ് ലക്ഷം ഉണ്ടായിരുന്നു. 64 ലക്ഷം ആയിട്ടുണ്ടോ ചേട്ടാ? 64 ലക്ഷം ആയിട്ടുണ്ടേ. 63 ലക്ഷമായിരുന്നു മറ്റേ മിഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കിയപ്പം. 63 ലക്ഷത്തി എത്ര 94,000 എത്രയൊക്കെ. ഇതുകൂടെ എടുത്തപ്പം 64 ലക്ഷമായി. ഓക്കെ ഹൗസ് എവിടെയാണ് നോക്കട്ടെ ചേട്ടേ. ഇതാണ് വീട്. ഇവിടെയാണ് വീട് ചേട്ടേ. ഉറപ്പെടുന്നേ. നോക്കാം. അങ്ങോട്ട് പോവാം. ഈ പൊലയാടി ഇടത്ത് എനിക്ക് തിരിഞ്ഞു. ഓക്കെ ചേട്ടേ വീട് വാങ്ങിക്കാൻ പോകണം ചേട്ടേ. എൻ്റെ 4ാമത്തെ വീട് ചാറ്റേ. റെഡ് ഫോക്സിൻ്റെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലർ 2 4ാമത്തെ വീട് ചാറ്റേ. റിച്ച് ചാറ്റേ. ഓക്കെ വാങ്ങാം. കണ്ട ഇതാണ് വീട്. ഉറപ്പെടുന്ന എനിക്ക് കാണിച്ചു തരാം. ഇത്രയും വലിയ ഇതാണ് കേട്ടാ. ബിൽഡിങ്ങിലാണ് വീട്. കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല ഇതാണ് ഉണ്ണയാണെന്നൊന്നും പിന്നെ പറയല്ലേ. ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇതൊക്കെ അല്ലേ ചാറ്റ് W. ഒരു ഫോട്ടോ എടുക്കാതെ പിന്നെ എങ്ങനെ ശരിയാവും? ഇത്രയും വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വീഡിയോ കയറി വാങ്ങിക്കാം. എല്ലാം സെറ്റാണ്. റിഫ്ലക്ഷൻ സെറ്റാണ്. ബാക്കിയെല്ലാം സെറ്റാണ്. ഓക്കെ സെറ്റായിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള എടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ CPM 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ ഒരു സമയം ഡ്രോണിൽ വെച്ചാണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കുണ്ണ എനിക്ക് ഫോട്ടോ ആയില്ല. എന്തോ അന്ന് ഞാൻ വീട്ടിൽ കയറാൻ വന്നപ്പോൾ ഇറക്കി വിട്ടുകയാണ്. വീട് വാങ്ങിച്ചാലേ കയറാൻ പറ്റുന്നു. ഇപ്പോൾ വാങ്ങിക്കാനാടാ പുണ്ടച്ചി മക്കളെ വന്നേക്കണം. തുറയടാ വാതിൽ കയറട്ടെ. ഞാൻ അങ്ങോട്ട് എനിക്ക് തുറന്ന് കാണാൻ നിൻ്റെയൊക്കെ വാതിൽ മായിരുകളെ കയറട്ടെ. ബൈ ദിസ് ഹൗസ് വാങ്ങിക്കാൻ പോവാ കുണ്ണേ. ഞാൻ 1000 കോയിന് ഞാൻ വാങ്ങിക്കാൻ പോണ്ടടാ. വാങ്ങിച്ചടാ ഞാൻ വീട്.
എടാ തൊട്ടടാ, ഞാൻ 1000 കോയിൻ തൊട്ട്. പ്രൈവറ്റ് സോണാ നിൻ്റെ. നിൽക്കേ, എപ്പോൾ കാണിച്ചു തരാമേ ചേട്ടാ. നിൽക്കേ, ഒരു ഫോട്ടോ ഇവിടെ എടുക്കാണ്ട് കേട്ടോ. ബൈയിങ്ങിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ഇവിടെ അത് തന്നെ, ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കണം എനിക്ക്. ഞാൻ 1000 തൊട്ടില്ലായിരുന്നു. അത് തൊടണേ മുന്നേ ഇപ്പോൾ മാഞ്ഞ് കാണും കേട്ടാ. ഞാൻ തൊട്ടയാണല്ലേ. എനിക്ക് ഒന്നുകൂടെ തൊടാം. എൻ്റെ കോയിനാണ് പോയി നോക്കിയോ. കുണ്ണേ നിന്നെ നോക്കിയോ. കാര്യം പറയണം ചേട്ടാ, എൻ്റെ കോയിൻ പോയിട്ടുണ്ടെങ്കിൽ കളി മാറൂടെ. പുതിയ ഹോം വാങ്ങിക്കാൻ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടാ. ഇനി ഏതാണ് സെക്കൻഡുകൾ. കാര്യം എന്ന് വെച്ചാൽ ചേട്ടാ, സെക്കൻഡുകൾ മതിയേ. എൻ്റെ എനിക്ക് 1000 കോയിൻ അല്ലേ. ഓക്കെ, ലോഡിങ്. യു ഹാവ് എ ന്യൂ ഹൗസ്. പുറപ്പെടുന്നേ. എടാ വഴി മാറടാ കുണ്ണേ. ഓ പുറപ്പെടുന്നേ. എടാ താഴെ പോയി. എടാ വീട്ടിൽ കയറട്ട്. ലിഫ്റ്റ് ആണല്ലേ ഇത്. എടാ ഇവിടെ ഇരുട്ടടാ. ഇതെന്ത് ലൊട്ടാ. ചാറ്റെ കണ്ടാടാ. നീയൊക്കെ കണ്ണും കുണ്ണേം തുറന്ന് നോക്കി കാണടാ. പുതിയ വീടടാ. എൻ്റെ പുതിയ വീടടാ. ലക്ഷറി ഹൗസടാ ചാറ്റെ. ഉറപ്പിടുന്നേ. എടാ ഫുള്ളൊന്ന് ഓടിയായിരുന്നു നോക്കട്ടെ. ഇത് ഓക്കെ. ഇൻറ്റീരിയർ ഉണ്ടോ? 2 ഇടാം. എടാ ഫുഡ് എല്ലാം ഇവിടെ റെഡിയാണ് കണ്ടാ. എടാ ഇവിടെ നിന്ന് നോക്കടാ. ഇതിനേക്കാളും എന്ത് വേണോടാ. നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയ സിറ്റിയിൽ, ഇവിടെ നിന്ന് നോക്കിയ വെളി കാണാം. സിറ്റിയിലെ കാര്യങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റും ചാറ്റ്. എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും. എടാ ബഗ് പുണ്ണ. നീൻ്റെ മോളിൽ കയറട്ടെ. ഓക്കെ സെറ്റ്. ഇതെന്തേര്? ഇത് ജിമ്മ്. എടാ ചേട്ടാ നിങ്ങളിത് കണ്ടാടാ. ഇതിനേക്കാൾ സന്തോഷം എനിക്ക് എന്ത് വേണോടാ. ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ, മനസ്സിലായില്ലേ, ടോപ്പിലാണിപ്പോൾ എൻ്റെ വീട്. അതും 1000 കോയിൻ കൊടുത്ത് വാങ്ങിച്ച വീട്. ഓ PC, ഈസി PC ബ്രോ, ഈസി PC. എടാ ഇത് കണ്ട ബ്രോ, സീരിയസ്ലി ബ്രോ, കാര്യം പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞല്ല. W or what. അത് കണ്ട, അത് റെയിൽവേ സ്റ്റേഷൻ്റെ സാധനം ഉണ്ടല്ലേ. ഓ എടാ ഇത് കണ്ടാടാ നിങ്ങൾ. ഞാൻ എന്തൊരു സന്തോഷമാണ് ചേട്ടി. 4 വീട്. ഈ ബിൽഡിങ് നോക്കുകയാണെങ്കിൽ ഇത്തിരി ചെറുതാണ്. പക്ഷേ ബിൽഡിങ് വെച്ചാൽ ഈ റൂം എത്തി ചെറുതാണ്. അത് ഓക്കെ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ടോപ്പ് വ്യൂ ഉണ്ട്, ബെസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. ഇതൊന്ന് മാറ്റിക്കോട്ട്. എനിക്ക് എടാ ഈ പുണ്ണ ബക്കട. ഞാൻ കാര്യം പറയാല്ല. ന്യൂ ഹോം. ഇടയ്ക്ക് വെളിച്ചം കുറവ്. അതാണ് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് പിന്നെ നോക്കിക്കോളാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ? കാണാൻ പറ്റില്ല, ബ്രൈറ്റ്നസ് കൂട്ടിയാൽ മതി. ചേട്ടൻ അങ്ങനെ 4ാമത്തെ വീട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടൻ. 4ാമത്തെ വീട്, ന്യൂ ഹോം ചേട്ടൻ. അന്ന് ഈ വീട്ടിൽ കയറാൻ വന്നപ്പോൾ ഇവിടുത്തെ കുണ്ണാൾ പറഞ്ഞു വെച്ചാൽ വീട് വാങ്ങിച്ചാൽ മാത്രമേ വീടൊന്ന് കാണിക്ക് പോലും ഉള്ളതാണ്. ഇപ്പം വാങ്ങിച്ചടാ, കണ്ടോണ്ടിരിക്കണടാ. അവൻ്റെയൊക്കെ ഉണ്ണാന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണാൾ ആരെടുത്തവൻ പറയണം. റിച്ചാടാ ഞാൻ ബാറ്റ്മാനാണ്ടാ ഉണ്ണേ. എടാ ഇരിക്കുക. ഗ്രാഫിക്സിലൊരു കാര്യം മാറ്റിക്കോട്ടെ. ഈ വീടെത്തി ചെറുതായതുകൊണ്ടാണ് ഗ്ലിച്ച് അടിക്കുന്നത്. തല കണ്ട ഒന്ന് ചാടിയ മുട്ടും, അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ട വ്യൂ കണ്ട. അതൊരു അടാറ് സംഭവം തന്നെ. കാര്യം പറയാമല്ലോ. ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു വ്യൂ എന്ന് വെച്ചാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ വ്യൂവിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പണ്ട് ക്യാപ്റ്റൻ കുണ്ണ ഈ മോഡെടുത്ത് കളിച്ച് ഈ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് മറ്റേ സ്റ്റോറി ഇടുമായിരുന്നു. എന്തൊക്കെ വാട്സപ്പിലൊക്കെ, മനസ്സിലായില്ലേ? ഇന്ന് അതും അവൻ മോഡൊക്കെ എടുത്ത് കളിച്ചാണ്. ഇന്ന് ഞാൻ 1 രൂപ, മനസ്സിലായില്ലേ, 1 റിയൽ മണി പോലും കൊടുക്കാതെ വാങ്ങിച്ചേക്കാണ് എല്ലാ വീടും. ഇവിടെ ഉള്ള എല്ലാ വീടും ഞാൻ വാങ്ങിച്ചേക്കാണ്. 2000 കോയിൻ്റെ എസ്റ്റേറ്റ് എൻ്റെ ഉണ്ട്.
1000 കോയിൻ്റെ ബിൽഡിങ്ങിൽ എൻ്റെ റൂം ഇപ്പോൾ ഇതുണ്ട്. പിന്നെ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച വീടുണ്ട് വേറെ. ഉണ്ടടാ എനിക്ക് വീടൊക്കെ. എനിക്ക് ഇവിടെ 2-3 ബൾബ് വാങ്ങിച്ചിടണം ചാറ്റെ, കാര്യം പറയാല്ല. ഇവിടെ ബൾബ് വാങ്ങിച്ചിട്ടാലേ പറ്റും. ഭയങ്കര വെളിച്ചക്കുറവുണ്ട്. ഹൈ ഗ്രാഫിക്സ് ഇട്ട് എൻ്റെ ഫോട്ടോ എടുക്കണം ചാറ്റെ. പുതിയ വീട്ടിൽ കയറിച്ചൊരു ഫോട്ടോ എടുക്കാൻ പോയാൽ അതിനേക്കാളും മോശമായിട്ടുള്ള പരിപാടി അറിയില്ല ചാറ്റെ. ന്യൂ ഹോം ചാറ്റ്, പുതിയ വീടടാ. ആണടാ നീയൊക്കെ പുതിയ വീട്. ഞാൻ കാര്യം പറയാല്ലേ. അടുത്തി സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഫോട്ടോ എടുകളെല്ലാം എടുത്തിട്ടുണ്ട്. എടാ കണ്ടല്ല, നിങ്ങളിനി കണ്ടില്ലെന്ന് പറയല്ലേ. ഈ ഗ്രാഫിക്സ് സെറ്റായിക്കോട്ട്. ഇവിടെ ഈ വീട് സ്ഥലം ഇത്തിരി കുറവുണ്ട് കേട്ടോ, അതാണ് ഇത്തിരി ഒരു വിഷയമായിട്ടുള്ള. ബാക്കി കണ്ട എല്ലാ സെറ്റാണ് കണ്ട. നൈറ്റ് ടോപ്പ്. എടാ നിൽക്കേ, ഒരു കാര്യം വിട്ടോ എനിക്ക്. എടാ ഇതിപ്പോൾ മോർണിംഗ് അല്ലേ ചാറ്റേ. നിൽക്കേ, ഈവനിങ് ഇട്ടെ. എഫക്റ്റ് പോയിട്ട് ഈവനിങ് ഇട്ടെ. എടാ കാലം മാറി വരണത് എനിക്കിവിടെ കാണാൻ പറ്റണുണ്ടറാ. കാലം മാറി വരണത് എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടറാ. എടാ നിൽക്കേ, നൈറ്റ് ടോട്ടെ ചാറ്റേ. നൈറ്റ്. എടാ ചന്ദ്രൻ. എടാ ഞാൻ ചന്ദ്രൻ ഇതുവരെ കണ്ടിട്ടില്ല, കാര്യം പറയാം. ഈ ഗെയിമിൻ്റെ അകത്ത് ചന്ദ്രൻ ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല. ആകാശത്തോട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ വീട്ടിൽ നിന്നോട്ട് ഞാൻ കാണും. കാണിച്ചാൽ ബ്രോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ കാണണോടാ, എൻ്റെ വീട് കണ്ടാടാ. ഇത് ഇപ്പം നൈറ്റ് ഇട്ടപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ വെളിച്ചമുണ്ട് കേട്ടോ. മോർണിംഗ് ആകുമ്പോൾ വെളിച്ചം കുറവുണ്ട്. കാരണം ഇപ്പം അത്തി കൂടെ വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഞാൻ ബ്രൈറ്റ്നസും കൂട്ടിച്ചില്ലേ. ഇത് കണ്ടാ. ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ. എടാ നൈറ്റ് ടൈമിൽ ഈ വീടാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി മുതൽ നൈറ്റ് ഈ ഡ്രൈവൊക്കെ ചെയ്ത് സാധാരണ സമയത്തുണ്ടല്ല ഈ വീട്ടിൽ കയറാം. സിറ്റി അല്ലേ, പെട്ടെന്ന് തൊട്ടടുത്തുമാണ്. മഞ്ഞിൽ പോകണ്ട, സിറ്റിയിൽ നിൽക്കാം. ഓക്കെ എടാ കണ്ട, ബെസ്റ്റ് ചാറ്റ് ബെസ്റ്റ്. അവിടെ ടി വി ഒക്കെ കാണാടാ ഇവിടെ. ഇടുന്നേടാ. ഇത് കണ്ട, ഒരു വീട്ടിന് ആവശ്യമുള്ള എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എന്നാൽ ഭയങ്കര എസ്റ്റേറ്റ് അല്ല, മറ്റേ 2000 കോയിൻ്റെ എസ്റ്റേറ്റ് അല്ല. അതിനനുസരിച്ച് എന്തായാലും നല്ല കിടുകാഴ്ചനുണ്ട്. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുവാണെങ്കിൽ കണ്ട, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നൈറ്റ് കാണാം. അത് കണ്ട എടാ, ആ ബിൽഡിങ്ങിൽ വെളിച്ചം. നിൽക്കേ, സംതിങ് ഫിഷിയെ. എടാ നിങ്ങൾ കണ്ട ആ ബിൽഡിങ് എന്തൊരു വെളിച്ചം. അവിടെ ആൾ താമസം ഉണ്ടാ ചാറ്റേ. ഇത് സീനാവൂ. എടാ ഇവിടെ ചെടിയൊക്കെ ഇരിക്കണം. ഈ ചെടി ഞാൻ നട്ടേണ അല്ലെന്ന് തോന്നുന്നു. കണ്ട ബൾബ് വെളിച്ചം, ബൾബിലെ വെളിച്ചം ചാറ്റേ, ബൾബിലെ വെളിച്ചം. തറയിലോട്ട് നോക്കട്ടെ. റോട്ടി കണ്ടാടാ ചാറ്റേ. എന്ത് ഇതിനെ എടാ ബഗ്ഗേ എലവേറ്ററാ എൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലേ, അത് കണ്ട. ഗ്യാരേജിലോട്ട് എത്തിക്കാൻ ഇത് പറ്റും. ഇത് മതിയടാ. ഞാൻ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ഗെയിമിൽ 4 വീട്. ഈ ഗെയിം ഞാൻ കളിക്കാൻ വേണ്ടി ഏകദേശം ഇപ്പോൾ 5 മാസം ആവാറായി. 1 രൂപ കൊടുത്തിട്ടില്ല. സമയമാണ് കൊടുത്തേക്കാൻ. ടൈമാണ് ഇൻവെസ്റ്റ്. നോ പെയിൻ നോ ഗെയിൻ. ആ കറക്റ്റ് ടൈം അവിടെ എഴുതിച്ചേക്കണ ചാറ്റ്. അതാണ് ചാറ്റ്. എടാ നിങ്ങൾക്ക് ഇത്രയുള്ള നോ പെയിൻ നോ ഗെയിൻ ചാറ്റ്. നോ പെയിൻ നോ ഗെയിൻ. നിനക്ക് ഗെയിൻ വേണമെങ്കിൽ നീ പെയിൻ അനുഭവിക്കണം കുണ്ണേ. അത്രേ ഉള്ളു, കാര്യം പറയാനല്ല. മനസ്സിലായില്ലേ? അവിടെ ഇത് എനിക്കിഷ്ടപ്പെട്ടു. വീട്ടിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള ഈ ഒരു പരിപാടി. ഇത് കണ്ട ജിമ്മുണ്ട്. അപ്പോൾ നോക്കണേ, എൻ്റെ മറ്റേ വീടൊക്കെ നോക്കണേ, മഞ്ഞുള്ള വീടുണ്ടല്ല, അത് നോക്കണേ. അത് ഒത്തിരി വലുതാണ്, പല റൂമുകളുണ്ട്. അതിന് പ്രത്യേകം കിച്ചണുണ്ട്, പ്രത്യേകം മറ്റേ ബാത്തിങ്ങിനുള്ള സംഭവമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ സാധനങ്ങളെല്ലാം തന്നെ ഇതിലും ഉണ്ട്, ഈ വീട്ടിലും ഉണ്ട്. അതനുസരിച്ച് പക്ഷേ അവന്മാർ ചെറിയ സ്ഥലത്ത് ഒതുക്കി ടെക്നിക്കലി ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? എഞ്ചിനീയർ മിടുക്കെന്നാണ് ഇതിനെ പറയണം. കണ്ട, ഒരു റൂമിൽ തന്നെ ഇത് ബെഡ്റൂമിൽ കണ്ട, ഇത് കണ്ട ബെഡ്, PC, ജിമ്മിനുള്ള സാധനം, എണീക്കുമ്പോൾ ബെസ്റ്റാണ്. പിന്നെ ഇവിടെ നിന്ന് എണീച്ച് നോക്കുവാണെങ്കിൽ വ്യൂ നോക്കണേ. കണ്ട, ഇവിടെ നിന്നൊരു വ്യൂ കിട്ടുമെന്ന് വെച്ചാൽ അത് ബെസ്റ്റ് വ്യൂ. അതുപോലെ തന്നെ ഇവിടെ താഴെ ഇറങ്ങി വരുവാണ്. TV, സോഫ, കിച്ചൺ, തൊട്ടിപ്പുറത്ത് കിച്ചൺ, ടേബിൾ കഴിക്കാൻ, അപ്പുറത്തൊരു കുണ്ണച്ചെടി. പിന്നെ ഇവിടെ കണ്ട
ഡ്രസ്സ് വരെ ഉണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? ഇവിടെ കണ്ട ഒരു ഇതുപോലത്തെ സംഭവം. ഇവിടെ കണ്ണാടി വരെ ഉണ്ട്. കണ്ണാടി, മുഖവും കുണ്ണ എല്ലാം നോക്കാം. പിന്നെ ഇവിടെ ബുക്കുണ്ട്. ഇവിടെ വേണേൽ നൈറ്റ് വന്ന് ഇരിക്കാം, വായിക്കാം. അവന്മാർ ഈ വീട് പണിഞ്ഞവന്മാരുണ്ടല്ല, ടെക്നിക്കലി അവന്മാർ ചെയ്തിട്ടുണ്ട്. എൻജിനീയറിൻ്റെ ഒരു സംഭവം ഉണ്ടല്ല, മറ്റേ ഗുഡ് എൻജിനീയർ, ആ സംഭവമുണ്ട്. അതായത് കുറച്ച് സ്ഥലം കിട്ടിയോളൂ, പക്ഷെ കിട്ടിയ സ്ഥലത്ത് വളരെ ബെസ്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കാര്യം പറയല്ല. ഇത് കണ്ട കാറിൻ്റെ പടം വരെ ഉണ്ട് ഇവിടെ. കണ്ട കാറിൻ്റെ സംഘം ലൈറ്റ് ഉണ്ട്, അതനുസരിച്ച് വെച്ചിട്ടുണ്ട്. എടാ ഇനി നൈറ്റ് ഒന്നും ഈവനിങ് കിട്ടുമോട്ടെ. എടാ ഈവനിങ് കിട്ടുന്ന റോഡ് പോകട്ടെ. ഇപ്പോഴും നല്ല വ്യൂ ഉണ്ട്. ഇനി ഡേ ഇട്ടോട്ടെ. ഡേ ഇടുമ്പോൾ ഈ റൂമിൻ്റെ അകത്ത് വെളിച്ചം കുറയും. കണ്ട ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡേ ഇടുമ്പോൾ ഈ റൂമിൻ്റെ അകത്ത് വെളിച്ചം കുറയും. അതായത് ഈ റൂം മെയിനായിട്ട് ഈ ഒരു ബിൽഡിങ്ങിൽ ഈ ഒരു റൂമെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഡേ അല്ല ഈവനിങ്ങും അല്ല നൈറ്റ് ടൈമിൽ വന്ന് നിൽക്കാനും അങ്ങനെ വേണ്ടി മാത്രമുള്ളൊരു ബിൽഡിങ്ങിലെ റൂമാണിത്. കാര്യം പറയാനല്ല. അതായത് നൈറ്റ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും അത് സുഖമായിട്ട് അടിച്ചു പൊളിച്ച് നിൽക്കാൻ സാധ്യതയാണ്. ഇനി മുതൽ ഡേ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ ടൈമിൽ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാം. അതെന്തായാലും ഞാൻ 100% ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ബെസ്റ്റ് ഒരു സ്ഥലം കിട്ടൂല. കാര്യം പറയാനല്ല, നൈറ്റ് സ്റ്റേ ചെയ്യാൻ ഇതിനേക്കാളും നല്ലൊരു സ്ഥലം കിട്ടൂല. ഓക്കെ, ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ കാർ മെക്ലാരും ഇവിടെ കിടന്നിരിക്കും. ഇവിടെ ഇനി മറ്റേ സാധനം ഇട്ട് ഇനി ഈ ബിൽഡിങ് എനിക്ക് ഓടിച്ചാടി നടന്ന് കയറാൻ ചാറ്റേ. നിങ്ങൾ കണ്ടോ? ഇവിടെ വെളിയിലോട്ട് പോകാനുള്ള ഈ ഡോറും കൂടെ വ്യക്തമാവണില്ലല്ലോ. ഒക്കെ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. വണ്ടി കയറിനോട് ബാക്ക് അടിക്കാന്ന് ബാക്കിലോട്ട് എടുത്തിട്ട് വീട്ടിൽ ഇവിടെ നടക്കണ്ട. ചെറിയൊരു തട്ട് തട്ടി, അത് സീനില്ല. ചേര നേരെ കണ്ടാടാ ചേറ്റ. അതാണ് എൻ്റെ വീട്. ആ ബിൽഡിങ്ങിലാണ് എൻ്റെ വീടുള്ള 4ാമത്തെ വീട്. എനിക്ക് ഗെയിമിനകത്തിന് ഒരു വീട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? വാങ്ങിക്കാൻ ഇനി വരുവാണെങ്കിൽ ഞാൻ വാങ്ങും. കാരണം എൻ്റെ പൈസ കൊണ്ട് ഞാൻ വാങ്ങും. ഇനി ഇതിൻ്റെ അകത്ത് വീടില്ല. മനസ്സിലായില്ലേ? വീടില്ല. എന്ത് ഡബിൾ നിങ്ങൾ ആലോചിക്കുകയാണ്. ഈ ഒരു സീരിയസ്ലി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വീടും കൊള്ളാം, വ്യൂവും കൊള്ളാം. മൊത്തത്തിൽ ഡബിൾ തന്നെ. ഞാൻ ചുമ്മാ ഒരു ഇതിലേ പറയണല്ല, സംഭവം വെടുപ്പായിട്ടുണ്ട്. വണ്ടി കയറട്ടെ. എനിക്ക് അടുത്തിവിടെ എവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നേരെ പോയിട്ട് വലത്തോട്ട് പോകുമ്പോഴാണെന്ന് തോന്നുന്നു. കഴിഞ്ഞു. കണ്ട് ആ കുണ്ണേനെ ഞാൻ കണ്ട്. എടാ ഇനിയുള്ള അടുത്ത പരിപാടി നിങ്ങൾ കണ്ടോ ചാരെ? കണ്ട് നേരെ കൊണ്ടാവും ഒരു വളഞ്ഞ കുണ്ണ. നിൽക്കേ, ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം. അതിന് മുന്നേ ആദ്യം വണ്ടി ഒന്ന് ഇതാക്കിയിട്ട് കേട്ടോ. വണ്ടി ഒന്ന് കഴുകി മറ്റേ എന്തിനാണ് റിപ്പയറും ചെയ്തിട്ട് വരട്ടെ. ചേട്ടാ ഇന്നത്തെ മെയിൻ പരിപാടി ഇതായിരിക്കും. നോക്കിയോ, നിങ്ങൾ നോക്കിയോ ചേട്ടേ. ചെറിയ തട്ടാണ് ഒന്നുകൂടെ പോകുന്നൂടെ. കുഴപ്പമില്ല, വലിയ തട്ടാൻ തട്ടിയില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ ഇനി കഴുകാൻ വല്ലതും അഴുക്ക് മാത്രം പറ്റിയാന്ന് എനിക്ക് അറിഞ്ഞൂടെ. കാർ ക്ലീനാണ്, മനസ്സിലായില്ല. കുഴപ്പമില്ല. ടയർ എനിക്ക് സെറ്റാണ്. ഇത് അങ്ങോട്ട് കയറാൻ പോവോ? അന്ന് ഞാനും അറബിയും കൂടെ ആ കുണ്ണയെ കൂടെ കയറാൻ നോക്കിയപ്പോഴാണ് എനിക്ക് പറ്റിയില്ല. ഇന്ന് അതിന് പകരമായിട്ട് ഞാൻ അവിടെ കൂടെ കയറും ചാറ്റേ. നിങ്ങൾ കണ്ടോ? നീയൊക്കെ കണ്ണ് തുറന്ന് വെച്ച് കണ്ടോ? ഞാൻ കാണിച്ചു തരാം. വണ്ടി അങ്ങോട്ട് തിരിക്കട്ട്. ഇൻറ്റീരിയർ ഇടാണ് ഇനി ബെസ്റ്റ്. ഇങ്ങോട്ടാണെന്നാണോ? ഇങ്ങോട്ട് കണ്ടല്ലടാ ചാറ്റി. ആദ്യം ഒരു ഫോട്ടോ എനിക്ക് എടുക്കണം. കണ്ടല്ല, അത് അത്യാവശ്യമാണ്.
ഇൻറ്റീരിയർ ഇട്ട് എടുക്കണോ അതല്ല എടുക്കണോ? അല്ല ഓർമ്മ എടുക്കാം. ലോക്കാണ്, ഇറങ്ങാം. കാർ മുന്നോട്ട് ഇടണോ? വേണ്ട വേണ്ട വേണ്ട, നല്ല വ്യൂ തന്നെ കിട്ടിയല്ലോ. ഗ്രാഫിക്സ് ഇൻക്രീസ് എല്ലാം. ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ, അതിന് ശേഷം കുറയ്ക്കാം. ചേട്ടാ ഈ സംഭവം കണ്ടത്, ഇത് കയറാൻ പോവാണ് ചാറ്റേ, ഇത് കയറാൻ പോവാണ്. ആ കുടിസ് മറ്റേ വളഞ്ഞു തിരിഞ്ഞ കൊണ്ടാണല്ലോ, അതിൽ കൂടെയാണ് കയറാൻ പോകണം. കണ്ടല്ലേ സാറേ, കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ലെന്ന് പറയില്ല. എനിക്ക് നേരെ നിൽക്കണം ലൊട്ടേ. ഇത് ഞാൻ കയറിയിരിക്കും ഇവിടെ ചാറ്റി, ഇത് ഞാൻ കയറിയിരിക്കും, ആരും പറയല്ലോ. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി അടുത്ത് ഒരെണ്ണോട് എടുത്താലും. ഒരെണ്ണം എടുക്കാൻ നല്ലൊരിത് കിട്ടി എടാ, നല്ല ആ ഒരു ഇത് കിട്ടി ചാറ്റേക്കാലം പോലെ. ഇപ്പം നല്ലൊരു കൂടെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് എടാ. ഇത് നീ കണ്ടോടാ നീയൊക്കെ, ഇത് ഞാൻ കയറും. ഓക്കെ, ആദ്യം ഈ സെറ്റിങ്സിൽ അതൊക്കെ സെറ്റാകട്ടെ. ഓക്കെ, വണ്ടി കയറും. ഓ മെക്ലാരിൻ ചാറ്റ് ഇൻറ്റീരിയറിലൊട്ട കണ്ടല്ല, കയറാൻ പോകണ ചാറ്റേ, കയറാം. ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പുറപ്പെടുന്നേ. ഇൻറ്റീരിയർ ഇപ്പം ഇടണ്ട. മെക്ലാരിൻ കൊണ്ട് ഈ കുടിസ് കുണ്ണ വഴി കൂടെ കയറാൻ പോവണേ. എടാ അവിടെ സ്റ്റക്കായത് എന്തിലൊട്ട. ഇത് എളുപ്പമാണെന്ന് മാത്രം നീ ഒന്നും പറയില്ലേ, കാര്യം പറയില്ല. അതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുവാണേ അറിയാം. ഇപ്പം തന്നെ നിനക്കൊക്കെ കാണുവാണെങ്കിൽ വ്യക്തമായിട്ട് അറിയാം എത്ര പാടാണെന്ന്. കണ്ടല്ല, ഞാൻ കാണിച്ചു തരാം വഴി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടല്ല നീയൊക്കെ. ഓക്കെ, റോട്ടി ഒന്നുകൂടെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഫെയിലായിപ്പോയി, ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായി പടച്ചാറ്റി. ആദ്യത്തെ അറ്റമ്പല എന്തൊരു ഉണ്ണ അറ്റംപ്റ്റ്, അത് ഫെയിലായിപ്പോയി. മുന്നോട്ട് മുന്നേറാം. ഇങ്ങോട്ടാണ് കേട്ടോ, ഒരു വളഞ്ഞല്ലേ പോണം. ഞാൻ കയറും. കുറച്ചുകൂടാ എനിക്ക് പറ്റും. എടാ ചാറ്റേ, സിമ്പിൾ ഓർ വാട്ട്? എടാ ഞാൻ ഇത്ര എളുപ്പമാണെന്ന് വിചാരിച്ചില്ല. ഞാൻ കാര്യം പറയല്ല, ഫസ്റ്റ് ട്രൈ മനസ്സിലായ, ഫസ്റ്റ് അറ്റംപ്റ്റ് കണ്ടല്ല നീക്കാ. എടാ ഇത്ര എളുപ്പമായിരുന്ന എനിക്ക് വേറൊരു പരിപാടി ഉണ്ടേ, അത് ബെസ്റ്റായിരിക്കും, ട്രൈ നോക്കാം. വണ്ടി ബേക്കടിച്ച് ബേഗ് തട്ടി. എടാ ഈ പരിപാടിക്ക് എടുക്കും കേട്ടോ. ഇവിടെ നിന്ന് ഫുൾ സ്പീഡ് വെച്ച് പിടിച്ച് അവിടെ അങ്ങ് ചാടാം, മനസ്സിലായില്ലേ? മെക്ലാരനും കൊണ്ട് ചാടാൻ പോവാണ് ചാറ്റേ. ഫുൾ സ്പീഡ് വെച്ച് കുടിക്കാം. എന്തിനാ കിട്ടിയെന്ന്? എടാ 50,000 രൂപ എത്ര കിട്ടിയെന്നാ? എടാ അൺഎക്സ്പെക്റ്റഡേ. എടാ നിങ്ങളിപ്പോൾ കണ്ടാ? എടാ ഈ സംഭവം കിടിലായിട്ടില്ല. എടാ മെക്ലാരനും കൊണ്ട് വേണ്ട ഈ സാധനം കണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം, വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം ചാടി കടന്നിട്ടുണ്ടേ, ഇത്രയും വലിയ സാധനം ചാടി ഞാൻ കടന്നിട്ടുണ്ടേ ചാറ്റേ, മെക്ലാരനും കൊണ്ട്. ഇനി ഇവിടെ കയറാം, ഒന്നുകൂടെ ട്രൈ ചെയ്തോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് പറ്റില്ല, GTA ചാടുമല്ലോ നമ്മൾ വണ്ടിയും കൊണ്ട്, അതുപോലെ ഉണ്ട്. ഇവിടെ ഒറ്റ സ്ട്രൈറ്റ് കയറത്തില്ല, ചെറിയ വീട് സൈഡിലേക്ക് വീടും പിന്നെ വളഞ്ഞ ഉണ്ണയുണ്ട്, അതുകൊണ്ട് പറ്റില്ല. ഇനി അവിടെ നിന്ന് ഒന്നുകൂടെ വന്നങ്ങ് ചാടാടാ ചാറ്റേ, ഒന്നുകൂടെ വന്നങ്ങ് ചാടാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ചാട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പറ്റില്ല പിന്നെ GTA ഉണ്ടാ, നിങ്ങൾക്ക് അറിയാലോ GTA ഇങ്ങനെയല്ലേ മെയിനായിട്ട് ചാട്ടം. അതിന് എനിക്ക് ഒന്നുകൂടെ ചാടണം ചേട്ടേ, കാര്യം പറയട്ടെ, ഒന്നുകൂടെ ചാടാൻ പോവാം.
ചേട്ടാ ഒന്നുകൂടെ ചാടുവേ. ഓ ഉറപ്പേടുന്നേ. കണ്ടാടാ. ഓ എടാ ലാൻഡിങ് എത്തി പഴച്ചു കേട്ടല്ലേ, കാര്യം പറയില്ല. അത് തല ഈ മറ്റേ വണ്ടിയുടെ ഫ്രണ്ട് മറ്റേ മുകളിലത്തെ ഭാഗം ഇടിച്ചാണ് വീണത്. ഞാനേ വണ്ടിയുടെ മോൾ ഭാഗം അല്ലാതെ മറ്റേ മറ്റേ കറക്റ്റ് വണ്ടി നിൽക്കുമല്ല, അതേപോലെ ഒന്ന് നിർത്താൻ നോക്കാം കേട്ടാ. അതേപോലെ ഒന്ന് നിർത്താൻ നോക്കാമേ. ട്രൈ ചെയ്ത് നോക്കുവാണ്. പറ്റൂ ഇല്ല എന്ന് പറഞ്ഞുകൂടാ, ട്രൈ ചെയ്യാം. വണ്ടി എന്തായാലും കുറച്ച് പണിയാവും, എന്നാലും അത് കുഴപ്പമില്ല. ഇതൊക്കെ അല്ലേ ചേട്ടൻ എൻജോയ് ചെയ്തിട്ട് നോക്കാടാ. ഇത് ഞാൻ ചെയ്ത് നോക്കാം. ഓ ഇനി നേരെ വച്ചങ്ങ് പിടിക്കാം. ചേട്ടാ വച്ചങ്ങ് പിടിക്കാം. എടാ ഇഞ്ചി ഇട്ട് നോക്കാം. എടാ ഇവിടെ ഇടിച്ച് നിന്നാണ് അതാണ്. അപ്പോൾ ആദ്യം വെച്ച് ഇടാൻ നിന്നാൽ ചിലപ്പോൾ വണ്ടിയുടെ കൺട്രോളും ചിലപ്പോൾ പോയാലോ. ഓക്കെ ഇഞ്ചിയർ ഇടട്ടെ. എടാ ഇഞ്ചിയർ ഇട്ട് ചാടിയില്ലടാ. എടാ 6 ഇട്ട് ചാടി വെക്കാം. എടാ ഓരോന്നിട്ട് ചാടി വെക്കാം. എന്ത് പറയണ്? ആദ്യം 6 ഇട്ടൊന്ന് ചാടി വെക്കിയാലേ. അതിന് സ്ട്രെയിറ്റ് കൊണ്ട് നിർത്തണം അവിടെ ചേട്ടാ. അത് നിങ്ങൾക്ക് കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് നിർത്തണം, ഇല്ലെങ്കിൽ അത് സത്യം പറയല്ല ഒന്നും അറിയാനും കാണാനും പറ്റില്ല. ഓക്കെ ഇപ്പോൾ സ്ട്രെയിറ്റ് ആ ഒരു പൊസിഷനല്ലേ. ഇനി 6 ഇടാം. ചാറ്റെ ചാടാൻ പോവോടാ ചാറ്റെ. കണ്ണ് തുറന്ന് വെച്ച് കണ്ടോടാ ചാറ്റെ. ചാടാൻ പോവും. ഓ എടാ വണ്ടി ഇടിച്ച് ചെറുതായിട്ട് മറിഞ്ഞ്. പക്ഷേ ചാട്ടം ഭയങ്കര ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ല. ഭയങ്കര ക്വാളിറ്റി തന്നെ നീയൊക്കെ കണ്ടല്ലടാ. നല്ല വ്യക്തമായിട്ടാണ് നീയൊക്കെ കണ്ണ് തുറന്ന് വെച്ച് തന്നെ കണ്ടല്ലടാ. ഇതാണ്ടാ. അത് കൊള്ളായിരുന്നു കേട്ടോ. നല്ല പക്ക ഒരു ലോങ് വ്യൂവിന് ആ സാധനം കിട്ടി. ഒരു ലോങ് വ്യൂ ഉണ്ടല്ല, അതിന് പക്കയായിട്ട് കിട്ടിയടാ ചേട്ടാ. കള്ളം പറയണം. എനിക്ക് ഇനി ഇൻറ്റീരിയർ ഇട്ടൊന്ന് ചാടണം. അങ്ങ് പോട്ടെ. ഇത്രയും നാളായിട്ട് ഇത് ഞാൻ മിസ് ചെയ്തത് ഞാൻ സത്യം പറയില്ല. ഇത്രയും മാസങ്ങളായി ഇത് ഞാൻ മിസ് ചെയ്ത് ചാറ്റെ. ഇതിപ്പോഴാണ് ചെയ്യണം. അത് കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും ചെയ്യാനുണ്ടല്ലോ, അതൊന്നല്ലേ. ഇൻറ്റീരിയർ ഇടട്ടെ. ആദ്യം റിവേഴ്സ് വന്നിട്ട് ഇൻറ്റീരിയർ സെറ്റ് ഇൻറ്റീരിയർ ഇട്ട് ഓക്കെ. പുറപ്പെടുന്നേ. ചാറ്റേ ഇത് കണ്ടാടാ. തല വണ്ടി ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് കണ്ട. അതെന്ത് പക്ക ഇതടാ ചാറ്റെ. ഇതാണ് ചാറ്റെ മൊമെൻറ്റ്. ഇതാടാ കറക്റ്റ് മൊമെൻറ്റ്. ഇങ്ങനെയൊക്കെ ഇത്രയും നല്ല മൊമെൻറ്റ് വേറെ ആരെങ്കിലും CPM ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോടാ? ഞാൻ വണ്ടിയും കൊണ്ട് ഇങ്ങനെ തിരിച്ച് തല കറങ്ങി വണ്ടി വന്ന സമയത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് താഴോട്ട് നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് കാണാൻ പറ്റി. കറക്റ്റ് എൻ്റെ തൊട്ട് താഴോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്. അതൊക്കെ എൻ്റെ പൊന്നോ എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും W എന്ന് വെച്ചാൽ W. എടാ ഇതാണടാ മൊമെൻറ്റ്. ഇതാണ് എടാ CPM ഇത്രയും കിഡിലോ ആയിട്ട് ഈ ഒരു സംഭവം ചെയ്ത് വേറെ ആരെങ്കിലും ഉണ്ടാവാം ഉണ്ടെങ്കിൽ പറ. അവൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്ത് നോക്കാം. ഇപ്പം ലൈവ് എടുത്ത് നോക്കാം. കാര്യമായിട്ടാണ് പറയണം. എടാ അടുത്ത നിൽക്കേ അങ്ങോട്ട് പോട്ടെ. എടാ ഈ ചാട്ടം എനിക്ക് ചാടിക്കോട്ടിരിക്കാൻ തോന്നുന്നു. കാര്യം പറയല്ല. ഒരു പെർഫെക്റ്റ് ലാൻഡിങ്ങിന് ട്രൈ ചെയ്താലോ ചാറ്റേ. ഒരു പെർഫെക്റ്റോ ലാൻഡിങ്. ഞാൻ ഇനി എത്തിപ്പോയി. നീ ഇവിടെ നിന്ന് അങ്ങോട്ട് വളച്ചെടുക്കണം ഒട്ടയ്ക്ക്. ഇടിച്ച് റിവേഴ്സ്. എടാ വണ്ടി ചെറുതായിട്ട് പണിയായിട്ടുണ്ട്. അത് ആ ചാട്ടം ചാടുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞതാണ്. കോച്ചല്ലേ. എടാ എന്ത് ലൊട്ടാ. അങ്ങോട്ട് പോവാ. ഓക്കെ 4 ഇട്ടോക്കട്ടെ. 4 വെറ്റിക്കൂടെ ഒരു വൈഡ് വ്യൂ കിട്ടും. ശരി കൺട്രോളിങ് വലത്തോട്ട് എടുത്തോട്ട് തിരിഞ്ഞു പോകണം. എൻ്റെ അവരുന്നുണ്ടോ അത് നോക്കാം. മെക്ലാരനും കൊണ്ട് ചാടിയേക്കോണ്. ജസ്റ്റ് മിസ്സേ ബ്രോ. ദിസ് ഈസ് മൊമെൻറ്റോ ബ്രോ. മൊമെൻറ്റോ അല്ല മൊമെൻറ്റ് ബ്രോ. ജമ്പിങ് മൊമെൻറ്റ്. ഓക്കെ ശരി ഇതാണ് ഞാൻ കാര്യം പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചു വെച്ചാലേ ഇവിടെ ഒന്ന് കയറാതെ ഭയങ്കര പാടായിരുന്നു ചോദിച്ചത്. പക്ഷേ 10 സെക്കൻഡത്തെ കാര്യം ഉള്ളായിരുന്നു. അപ്പോഴാണ് ജസ്റ്റ് ഒന്നിങ്ങനെ ചാടാമെന്ന് വിചാരിച്ച് വന്നത്.
അത് ഇത്രയും ഐക്കോണിക് സാധനമാണെന്ന് ഞാൻ വിചാരിച്ച കാര്യം പറയല്ല. എടാ ഇതിന് മുന്നേ ആരെങ്കിലും മെക്ലാരനെ കൊണ്ട് ഇതേപോലെ ചാടിയിട്ടുണ്ടോ? ഇത്രയും ടോപ്പ് ചാടിയിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞോടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണില്ല. നിങ്ങൾ പറയട്ടാ. എടാ 5 ഇട്ടൊന്ന് ചാടി വെക്കാമേ. 4 ഇട്ട് ചാടി, 6 ഇട്ട് ചാടി, 1 ഇട്ട് ചാടി, 2 ഇട്ട് ചാടി. ഇനി 3ഉം 5ഉം ഇട്ട് ചാടാനേ ഉള്ളൂ. 5 ഇട്ട് ചാടാൻ പോണ്. ഓ ആ ഒരു ടോപ്പ് തട്ടിയാണ് വീണ. പക്ഷെ എന്നാലും സ്റ്റിൽ കൊള്ളാം ചേട്ടാ. കാര്യം പറയല്ലേ. വണ്ടി വേഗിലോട്ട് വാ. ഇങ്ങോട്ട് കയറ്റണേലൊരു കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. കാരണം ഇവിടെ ഇത്തിരി വളഞ്ഞ പിന്നെ കുറച്ചുകൂടെ പോയിട്ട് കാണാതെ നടക്കും. അവിടെ സ്റ്റക്കായ പിന്നെ അത് ഗ്ലിച്ചടിച്ച് ബഗ്ഗായി കുണ്ണയായി ഉള്ളി ഒരു ഡിസപ്പോയിൻമെൻറ്റ് കുണ്ണയാവും. ഓ ചേട്ടൻ കാര്യം പറയാല്ല. ഇതാണ് ചാറ്റ് ചാട്ടം. നീ കണ്ടടയുടെ എനിക്ക് സത്യം പറയാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് പറഞ്ഞതിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇത് GTA മറ്റേ വണ്ടിയെ കൊണ്ട് നമ്മളിങ്ങനെ ചാടൂല അതേപോലെ. പക്ഷേ എൻ്റെ മെക്ലാരനും കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ചാടുമ്പോഴേ എനിക്കൊരു ഫീലായി ചേട്ടാ. എടാ 3 ഇട്ടുകൂടെ ഒന്ന് ചാടാം. എടാ എനിക്ക് ഇതിന് ശേഷം ഇൻറ്റീരിയർ ഇട്ടുകൂടെ ഒന്ന് ചാടണം. ഇൻറ്റീരിയർ ഇട്ട് ചാടിയപ്പോൾ ഭയങ്കര ഇൻറ്റീരിയർ ഇട്ടും 6 ഇട്ടൊക്കെ ഒന്നുകൂടെ ചാടണം. ഉറപ്പിടുന്നേ. വഴി മാറിപ്പോയി. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ? അന്ന് ഞാൻ ഉണ്ടല്ലോ ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ഞാൻ CPM ഫസ്റ്റ് ടൈം എടുത്ത ഒരു സമയമുണ്ട്. അന്ന് നമുക്കൊരു ഗ്രൂപ്പുണ്ട്. ഞാനും ക്യാപ്റ്റൻ കുണ്ണയും പിന്നെ കാട്ടറബിയും പിന്നെ കെൻസോയുള്ളൊരു ഗ്രൂപ്പുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ മറ്റേ കാർ നേരത്തെ ഓഫ് റോഡ് ഒരു കാറുണ്ടല്ലോ, അന്നത് ഫുള്ള് ചോപ്പൊക്കെ ആയിരുന്നു. അതും അടിച്ച് വെറും അന്നൊന്നുമില്ല. ഡേ വൺ അന്ന് ഞാൻ കാറും കൊണ്ട് ഇങ്ങോട്ട് ഇതേപോലെ ഇവിടെ വന്ന് നിന്നിട്ട് ജസ്റ്റ് ഞാൻ ഗെയിം എടുത്തെന്ന് അവന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, എടാ നിങ്ങളോട് എടുക്കാം ഈ ഞാൻ ഗെയിമൊന്നും എടുത്തെന്ന് കാണിച്ചാലും അവന്മാരൊക്കെ എടുക്കും. മനസ്സിലായില്ലേ? ഇല്ല എടുത്തെന്ന് പറഞ്ഞാൽ അവന്മാരൊന്നും എടുക്കൂല. പ്രത്യേകിച്ച് അറബിയൊന്നും കേൾക്കുപോലും ഇല്ല. അവനക്ക് തെളിവുണ്ടെങ്കിലേ വിശ്വസിക്കുമല്ലോ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇട്ട് ഇങ്ങനെ വണ്ടിയോ എടുത്ത് ഓടിച്ച് ഇവിടെ നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചുമന്ന ഡ്രസ്സ് ഇട്ട് നേരെ അങ്ങോട്ട് ഓടിപ്പോയി വണ്ടി എടുത്ത് വളച്ച് ഓടിക്കണം. അന്ന് എനിക്ക് ഓക്കെ കുഴപ്പമില്ല, വണ്ടി ഓടിച്ചു പോയി. അന്ന് ഇതാ കണ്ടിട്ട് ക്യാപ്റ്റൻ കുണ്ണയൊക്കെ ചിരിച്ച് ഗ്രൂപ്പിൽ. മനസ്സിലായില്ലേ? ഇപ്പം കാണും എന്നെ മെക്ലാരൻ ഹാർഡ് വർക്കിൻ്റെ ഫലം. അതേ മെക്ലാരനെ കൊണ്ട് ഞാൻ ഇതേ സ്ഥലത്തൂടെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടാടാ നീയൊക്കെ ഇത്? കാണുന്നുണ്ടാ? കാര്യം പറയല ചാറ്റേ. ഇനി അങ്ങോട്ട് പോയിട്ട് ഇൻറ്റീരിയർ ഇട്ട് എനിക്ക് ചാടണം ചേട്ടാ. ഇൻറ്റീരിയർ ഇടട്ടെ. റോഡ് ക്ലോസ് ഇടുന്നാ? എവിടെയാടാ റോഡ് നിൻ്റെ ഉണ്ണെ? ഇവിടെ റോഡൊന്നും ഇല്ലല്ലോ. ചാടാടാ ചാറ്റേ. ഇൻറ്റീരിയർ ജമ്പ്. ഓ ഇവിടെ അത് ഇത്തിരി ഫെയിലായെന്ന് സംശയം. കാരണം ഇത്തിരി വലത്തോട്ട് ചരിഞ്ഞു പോയി. വലത്തോട്ട് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയി. ഇത് കണ്ടില്ല, കല്ലൊക്കെ തട്ടിക്കൊള്ളാം. ഇതുവഴി കയറാൻ നോക്കാം. സ്റ്റക്കാവല്ലേ? സ്റ്റക്കും പുണ്ണ ആയിക്കോളും. എനിക്കിനി 6 ഇട്ടൊന്ന് ചാടണം. 6 ഇട്ട് എനിക്ക് ഒന്നുകൂടെ ഇടാ. നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ വീണ്ടും ചാടിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലടാ. ഞാൻ കാര്യം പറയില്ല, അതൊരു ഫീലാണ്ട്രാ. കാര്യം നീയൊക്കെ കളിക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലാവടാ. മെക്ലാൻ ഇതേപോലെ ചാടണോടാ. അപ്പം നിനക്കൊക്കെ മനസ്സിലാവും. എനിക്ക് ഒന്നുകൂടെ
കൊലയാടി ബെഞ്ചി, എൻ്റെ കാര്യം പറയല്ലേ എനിക്ക്. എടാ 6 കിട്ട്. ഓക്കെ 6 ഡൈനാമിക് വ്യൂ ചാറ്റേ, ഡൈനാമിക് വ്യൂ. ഓ വണ്ടി ഇടിച്ച് മറിഞ്ഞ്. ഇനി ഇത് കേട്ട് കുണ്ണന്തരിലേക്ക് തട്ടി. എടാ ഇതെന്തൊരു സാധനം? റിവേഴ്സ് എടുക്കാതെ അത് പറ്റില്ല. വെള്ളം ചീറ്റണ കുണ്ണല്ലേ? അവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു. സിറ്റിയിൽ മൊത്തം ദാരിദ്ര്യം തന്നെ ചാറ്റേ. ഇവിടെ ലാസ്റ്റായിട്ട് ഒരു കണക്കൂടെ ചാടാൻ ചാറ്റേ. എനിക്ക് ഇന്ത്യ ഇട്ടൊന്ന് ചാടണം. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേഗനിയൊക്കെ വച്ചിട്ട് പോകും. ഞാൻ എന്തായാലും ഒന്നുകൂടെ ചാടും. എനിക്കത് ചാടണോടാ. എനിക്കത് അത്രയ്ക്ക് അത് ഇതായിപ്പോയി. ഇഷ്ടം വന്നുകൊണ്ടാണ് ഇത്രയും ചാടണം. ഇത്രയും ഞാൻ വേറെ ഒന്നും മറ്റേ ജമ്പിലൊന്നും മറ്റേ ഉണ്ണാന്ന് പറഞ്ഞ് ജമ്പ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. അതുകൊണ്ട് ഞാൻ ചാടുകയാണ്. നിനക്ക് കാണാൻ പറ്റുമോ നീ കാണ്, അല്ലെങ്കിൽ നീയൊക്കെ വച്ചിട്ട് പോകും. ഇത്രയേ ഉള്ളൂ. എന്തായാലും അങ്ങത്തോട്ട് ബ്രോ ഉറപ്പെടുന്നേ കാണടാ ആണടാ നീക്ക കാണ്. മനസ്സിലായില്ലേ? പെണ്ണും കുണ്ണേം തുറന്നു വെച്ച് കാണും. ഓ എടാ കാര്യം പറയാല്ല, ഡബിളി മൊമെൻറ്റ്. ഈ ഒരു ഇടത്ത് എനിക്ക് ഇത്രയും ഡബിളി മൊമെൻറ്റ് വന്നിട്ടില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡബിളി മൊമെൻറ്റ് ചാറ്റേ. സീരിയസ്ലി ബ്രോ. എടാ ഇതിന് ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും പൈസ പറ്റിയാണ് കിട്ടിയത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നേ. ഫുള്ളി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നേ. 4,65,000 രൂപയാണ് കിട്ടിയിട്ടുണ്ട്. അതെന്തോ എനിക്ക് അറിഞ്ഞൂടാ. കോയിൻ എത്ര? കോയിൻ ഒന്നുമില്ല, വ്യത്യാസമില്ല. 75 കോയിൻ. കണ്ടല്ല, കണ്ണ് തുറന്ന് തന്നെ നീ കണ്ടല്ല. അത് മതിയടാ, അത് മതി. എന്തിന് ഗെയിം ഓഫ് ത്രോൺസാ? ഗെയിം ഓഫ് ഡ്രോൺസ് അതർ ഓഫ് ഡ്രാഗൺ ഡ്യൂലക്സ് ഗെയിം മറ്റ് ലിങ്കിൻ വാർക്ക. എന്തുകൊണ്ട വണ്ടി ഒന്ന് എടാ, ഇനി വണ്ടി ഒന്ന് മറ്റേ കഴുകി റിപ്പയറോടെ ചെയ്തിട്ട് ഇറങ്ങാടാ. വണ്ടി ഒന്ന് കഴുകി റിപ്പയറോടെ ചെയ്തിട്ട് ഇറങ്ങാമേ. അവിടെ എന്തെങ്കിലും ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സാമാൻ കണ്ടോടെ അങ്ങോട്ട് പോയത്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പോലെയാണ് തോന്നിയ. റിപ്പയർ ചെയ്യാടാ ചാറ്റേ. റിപ്പയർ ചെയ്ത് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. ടയറും കൂടെ ചെയ്യാം. ടയർ ഉണ്ണ അതിലെ ഇതെന്തിലൊട്ട ഇടിക്കാതെ എങ്ങനെ ചെയ്തിട്ട് പോകുന്ന ചോദിച്ചാൽ സമ്മതിക്കല്ലേ. 3000 രൂപ ആയിട്ടുണ്ട് ടയറിൻ്റെ സംഭവം ചെയ്തതിന്. എന്നാലും കുഴപ്പമില്ല, റിപ്പയറോടെ ചെയ്തിട്ടുണ്ട്. ഇനി കഴുകിയിട്ട് അങ്ങ് ഇറങ്ങാം. എടാ ആ ചെറിയ തട്ടണേ, വലിയ സീനൊന്നുമില്ല. തുറക്ക്. കാർ ക്ലീനാ. അത്രയും ഇതായിട്ട് മണ്ണിലും പൊടിയും അവിടെ ചെടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, എന്നിട്ടും കാറ് സീനായില്ലല്ലേ. അത് കൊള്ളാമല്ലോ. അവിടെ എന്തുകൊണ്ടാ? ഓക്കെ, സെറ്റായിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടാ. ഇവിടെ കണ്ടല്ല, വണ്ടിക്ക് ഇപ്പോൾ റിപ്പയർ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടിക്ക് ഒരു സീനും ഇല്ല. കണ്ടല്ല ചാറ്റേ, കണ്ടല്ല. ഇറങ്ങാം.
ശരി ഇന്ന് ഡബ്ല്യു ആയിരുന്നു, കാര്യം പറയാല്ലേ. ഡബ്ല്യു ആയിരുന്നു ശരി, സീരിയസ്ലി ഞാൻ ചുമ്മാ പറഞ്ഞല്ല. ഡബ്ല്യു ശരി, ഡബ്ല്യു ഡെയിലി മിഷനും കംപ്ലീറ്റ് ആക്കി, പുതിയ വീടും വാങ്ങിച്ചൊരു ഡബ്ല്യു ജമ്പ് നമ്മൾ നടത്തി. 3 കാര്യങ്ങളാണ് ചെയ്തത്. പാർക്കിംഗ്, ക്യാരക്ടർ അതെല്ലാം സെറ്റ് ചെയ്യണം. എനിക്ക് പാർക്കിങ്ങിൽ പോയിട്ട് മറ്റേ കാറാക്കട്ടെ, മറ്റേ കാർ ഓക്കെ, മറ്റേ ആ കാറല്ലേ അത് തന്നെ. എന്നിട്ട് ഇനി ക്യാരക്ടറിൽ പോയിട്ട് ക്യാരക്ടറിൽ ഈ ഉടുപ്പ് എൻ്റെ ബിഗിനിങ് ടൈമിൽ ഉടുപ്പാണ്ട്രാ. സീരിയസ്ലി ബ്രോ. എടാ നിൽക്കുക, ഞാൻ എൻ്റെ ഇത് സുപ്രീം റാങ്ക് കിങ് ആയില്ലേ നോക്കട്ടെ, അവിടെ നോക്കട്ടെ ഒന്ന് സ്ക്രീൻ ഇടാക്കോണേ. ഓക്കെ, സുപ്രീം റാങ്ക് കയറിട്ട് ഇവിടെ ജിമെയിൽ കാണിക്കും, അതുകൊണ്ട് അതൊക്കെ കണ്ടാൽ ചിലപ്പോൾ സീനാവും. എൻ്റെ ഐ ഡി അറിഞ്ഞുകൊടുത്തവർക്കൊന്ന് പറഞ്ഞത് XU 460 168 അതായത് ലോഡിങ് കുണ്ണാന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഈ കുണ്ണാന്ന് കാണിക്കാൻ വരുന്നത് ലോഡായിരുന്നേ കൊള്ളായിരുന്നു. ഒന്നുകൂടെ ഇറങ്ങി നോക്കാം. ഉറപ്പിടുന്നേ നോക്കാം. 64,62,897 രൂപ 75 കോയിൻ. എടാ ഞാൻ കാര്യം പറഞ്ഞില്ല, ഈ ഉണ്ണ ഉണ്ടല്ലോ ഇത് ലോഡിങ് എന്ന് കാണിക്കാനുള്ള. ഞാൻ എന്തിലോട്ടാ ഒന്നുകൂടെ ഇറങ്ങിയിട്ട് കയറേണ്ടി വരും കേട്ടോ, ഒന്നുകൂടെ ഇറങ്ങിയിട്ട് കയറട്ടെ. CPM കയറണം, ഗെയിമിൽ കയറണം ചേട്ടൻ. നിങ്ങളിപ്പം ഇത് സ്ക്രീൻ ഹൈഡാക്കി വെച്ചേ പറ്റൂ. കാര്യം ഇല്ലെങ്കിൽ എന്താണ്, ഇല്ലെങ്കിൽ ജിമെയിൽ ലീക്കാവും, പിന്നെ ലൈവ് സ്ട്രീം തന്നെ ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് വരും കാര്യങ്ങൾ. അതൊക്കെ ഉണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ചേട്ടൻ. നിങ്ങൾ അതുകൊണ്ടാണ്. ഓക്കെ, ഗെയിം വീണ്ടും ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗെയിം വീണ്ടും ഇറങ്ങി ഇതേണ്ട ലോഡിങ് സ്ക്രീൻ ആയിക്കോട്ടെ, ലോഡിങ് ആയിക്കോട്ടെ കയറി. ഇനി മറ്റേ സുപ്രീം റാങ്കിൽ തോട്ട് സ്ക്രീൻ ഒന്നുകൂടെ ഹൈഡാക്കട്ട്, ചുമ്മാ കള്ളാൻ പറയണമല്ല. സുപ്രീം റാങ്കിൽ തൊട്ടപ്പോഴാണെങ്കിൽ വീണ്ടും കുണ്ണ കടന്ന് കറങ്ങണം. വന്ന് അതിലെന്തായാലും അവിടെ 65 ആയിട്ടുണ്ട്. എനിക്ക് കാണിച്ചു തരാൻ പറ്റൂല. 65 ആയിട്ടുണ്ട്. 120 സുപ്രീം റാങ്ക് മാറി കിങ് റാങ്കിലോട്ട് കയറും, ടോപ്പ് എത്തും, നമ്പർ 1 എത്തും ചേട്ടൻ. അത്രയേ ഉള്ളൂ. അതിന് ഇനി ഒരുപാട് ദൂരെ സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്. ഞാൻ ഇതുവരെ 342 മണിക്കൂർ ഗെയിം കളിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ 2 ദിവസം ഈ ഗെയിമിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 മാസത്തിനിടെ 4-5 മാസത്തിനിടെ 2 ദിവസം കൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. കള്ളം പറയണല്ല, 2 ദിവസം കൊണ്ട് ഇത്രയും ഞാൻ ഉണ്ടാക്കിയേ. 2 ദിവസം കൊണ്ടേ. അത് എനിക്ക് തന്നെ ഓർമ്മയാണല്ലോ കാര്യം പറയാൻ. 2 ദിവസം 2 ദിവസം കൊണ്ട് ഞാൻ 42 മണിക്കൂറിനാണ് അവിടെ ചോദിച്ചേക്കണം. അതെനിക്ക് കാണിച്ചെടുത്തില്ല. കാണിച്ചെന്നാൽ എന്ത് ചെയ്യാൻ പറ്റത്? ഞാൻ ചുമ്മാ പറഞ്ഞല്ലടാ, 42 മണിക്കൂർ കൊണ്ട് 2 ദിവസം കൊണ്ടാണ് ഈ മെക്ലാൻ എടുക്കാൻ വേണ്ടി കാര്യം പറയാൻ. അതെനിക്കിഷ്ടപ്പെട്ട്. എനിക്ക് ഇനി ഇത് മാറ്റട്ടെ. ഇനി ഒന്ന് ജിമെയിൽ മറ്റേ ഇൻസ്റ്റ ഒന്ന് കയറിയോട്ടെ. ഇൻസ്റ്റ വല്ലതും ഉണ്ടാ നോക്കട്ടെ. അറബിയാക്കിനി വല്ല റീലായിട്ട് ചുണ്ടേ നോക്കിക്കോട്ടെ. എന്തൊരു അവിടെ കയറിയപ്പോൾ തന്നെ വേറെ കയറി വരണം. കാട്ടറബി വിട്ടെ ഒന്നും വിട്ടിട്ടില്ല. അന്ന് ഒരു കുണ്ണ പാട്ടാണ് അവൻ്റെ ഒരു കാറിന് ഇട്ട് വെച്ചത്. സ്വന്തം കാറിൻ്റെ ഫോട്ടോ ഇട്ട് വെച്ചിരുന്നാണ്. ഈ കാറിനെ കാണിച്ചു തരാം. ഈ കാറിൻ്റെ ഫോട്ടോയും ഇട്ടു. ഈ സെയിം ഫോട്ടോ ഇട്ടിട്ട് ഇട്ട പാട്ട് വെച്ചൊരു കുണ്ണപ്പാട്ട്, വെറും കുണ്ണപ്പാട്ട്. ഞാൻ എന്നിട്ട് പോയി പറഞ്ഞിട്ടാണ് ഇപ്പം മാറ്റി. എനിക്കിപ്പോൾ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ട് തോന്നുന്നു.